തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചുവീണ് സ്ത്രീ മരിച്ചു. കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവിയാണ് മരിച്ചത്. കാട്ടുകുളം സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ വളവ് തിരിയുമ്പോഴാണ് സീറ്റിലിരുന്ന ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീണത്. വിവരങ്ങൾ നൽകാൻ കെ അഖിൽ തുടരുന്നുണ്ട്. അഖിൽ, സീറ്റിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് മരിക്കുക എന്നത് അസ്വാഭാവികമായ സംഭവമാണ്. എന്താണ് ഉണ്ടായത്? ബസ്സിന്റെ ഡോറൊക്കെ ശരിക്ക് അടച്ചിരുന്നില്ലേ? എന്താണ് ഉണ്ടായത്? സ്നേഹ, നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ബസ് അതാ വളവ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങളിൽ അത്യാവശ്യം വലിയൊരു വളവാണ്. ഈ വളവിൽ ഇത് വാഹനം പാറ്റി വെട്ടിച്ചെടുക്കുന്ന സമയത്ത് ഡോറ് തുറന്നുപോയി ഈ സ്ത്രീ പുറത്തേക്ക് വീണ് മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസ് അമിത വേഗത്തിലായിരുന്നു. ഈ ഡോറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ ബസ് വളവ് തിരിക്കുമ്പോൾ ഡോറ് തുറക്കുക എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിശോധന നടത്തി വരികയാണ്. ഈ പരിശോധന ശേഷം ഈ ബസ് അതായത് നാട്ടുകാരോടൊക്കെ അന്വേഷിച്ച ശേഷം ഇതിൽ അമിത വേഗത്തിലായിരുന്ന കാര്യത്തിൽ പരിശോധിച്ച ശേഷം വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ ഡോറിനോട് ചേർന്ന് തന്നെയുള്ള ഡോറിനോട് എതിർ വശത്തായിട്ട് ഇരിക്കുന്ന സീറ്റിലായിരുന്നു ഈ മരണപ്പെട്ട ഇന്ദിരാദേവി ഇരുന്നത്. 60 വയസ്സുകാരിയാണ് ഇന്ദിരാദേവി ഇരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഡോറ് പാറ്റുന്നത് രാവിലെ 7:15 ആയിരുന്നു അപകടമുണ്ടായത്. ഈ ബസ് പാറ്റിയെടുക്കുന്നതിനിടയിൽ ഇവർ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. റോഡിൽ തലയടിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലങ്കോട് നിന്നും കാടാമ്പുഴയ്ക്ക് വരികയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവർ അപകടം സംഭവിച്ച ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശരി, കെ അഖിൽ തൃശൂരിൽ നിന്ന്.